ഹായ് മക്കളെ, റേ ഒപ്റ്റിക്സ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നിസ്സാരമായ സമയത്തിനകത്ത് ക്രാക്ക് ചെയ്യാൻ പോകുന്ന ചോദ്യം മുകളിലുണ്ട്. എല്ലാവരും ഒന്ന് മനസ്സിരുത്തി ചോദ്യം വായിക്കുക. ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് നൽകിയിട്ടുണ്ട് 1.5 ആണ്. അത് നമ്മൾ ഒരു ലിക്വിഡിനകത്ത് അല്ലെങ്കിൽ ഒരു മീഡിയത്തിനകത്ത് ഇമേഴ്സ് ചെയ്ത് വെച്ചു. ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 1.65 ആണ്. എങ്കിൽ ആ സാഹചര്യത്തിൽ ആ കോൺവെക്സ് ലെൻസ് ഏതു തരം ലെൻസ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുക? അതൊരു കൺവേർജിംഗ് ആയിട്ടാണോ അതോ ഡൈവേർജിംഗ് ആയിട്ടാണോ ബിഹേവ് ചെയ്യുക എന്നതാണ് ചോദ്യം. റൈറ്റ്, ഒരു കോൺവെക്സ് ലെൻസ് ഒരു മീഡിയത്തിനകത്ത് ഇമേഴ്സ് ചെയ്ത് വെച്ചു, ലെൻസിന്റെയും മീഡിയത്തിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ആ ലെൻസ് എന്തായിട്ട് ബിഹേവ് ചെയ്യും എന്നതാണ് ചോദ്യം. നമുക്ക് നോക്കിയാലോ. വളരെ സിമ്പിൾ ആണ് മക്കളെ, നമ്മുടെ സ്വന്തം ലെൻസ് മേക്കേഴ്സ് ഫോർമുല നിങ്ങൾക്ക് അറിയാം. 1/f ഈക്വൽ ടു, ഫോർമുല എന്താണ് മക്കളെ? 1/f ഈക്വൽ ടു n2 മൈനസ് n1 ഡിവൈഡഡ് ബൈ n1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഫോർമുലയാണ്. ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് n1 എന്ന് എടുക്കാം, കാരണം അവിടെ നിന്നാണല്ലോ ലൈറ്റ് ഗ്ലാസ്സിലോട്ട് വരുന്നത്. സോ n1 എത്രയാണ്? 1.65 ആണ്. n2 എത്രയാണ്? 1.5 ആണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അഥവാ n1 ഈസ് ഗ്രേറ്റർ ദാൻ n2 ആണ്. n1 ഈസ് ഗ്രേറ്റർ ദാൻ n2. നോക്കടാ മക്കളെ, n1 n2വിനേക്കാളും കൂടുതലാണെങ്കിൽ എന്തായിരിക്കും ഉത്തരം വരിക? നോക്കിക്ക്, ഇവിടെ നെഗറ്റീവ് ആയിരിക്കില്ലേ? കാരണം n2 മൈനസ് n1 അല്ലേ വരുന്നത്. സോ n1 n2വിനേക്കാളും കൂടുതലാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും നമ്മുടെ ഉത്തരം കിട്ടുക. ദാറ്റ് ഈസ് 1/f എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/f ഉറപ്പായും നെഗറ്റീവ് ആയിരിക്കും. സോ എഫ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. സോ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും മക്കളെ? നെഗറ്റീവ് ആയിരിക്കും. ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണെങ്കിൽ അത് ഏത് ലെൻസ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുക? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇറ്റ് ബിഹേവ് ആസ് എ ഡൈവേർജിംഗ് ലെൻസ്. അതൊരു ഡൈവേർജിംഗ് ലെൻസ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക. ഈ ഒരു കാര്യം കൃത്യമായി തന്നെ മനസ്സിലാക്കുക. ഓൾ സെറ്റ്.